കേരളത്തിലെ കലാകാരന്മാരുടെ അവസ്ഥ ഏറെ ദയനീയമാണെന്നും വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് കലാകാരന്മാരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നിപ ഒന്നോ രണ്ടോ മൂന്നും തവണ വന്നപ്പോഴും കോവിഡ് വന്ന സമയങ്ങളിൽ പ്രളയങ്ങൾ 2 പ്രളയം വന്നപ്പോഴും ഇവിടെയൊക്കെ ആദ്യം നിർത്തലാക്കുന്നത് ഈ പ്രോഗ്രാമുകളാണ്. കലാകാരന്റെ അവരുടെ വേദികളാണ് നിഷേധിക്കപ്പെടുന്നത്. അതുമൂലം ഇവിടെ വലിയൊരു വിഭാഗം കലാകാരന്മാര് ദാരിദ്ര്യത്തിൽ തന്നെയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സർക്കാർ തല ഓണപരിപാടികളും കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളി സംഘടനകളുടെ ഓണാഘോഷ പരിപാടികളും ഉപേക്ഷിക്കപ്പെടുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത കലാകാരന്മാർ, നാടക, നൃത്ത, നാടോടി കലാകാരന്മാർ, മേക്കപ്പ് കലാകാരന്മാർ, സ്റ്റേജ് ഡെക്കറേറ്റേഴ്സ്, സൗണ്ട്സ്, ഹാൾ ഓണർമാർ, LED സിസ്റ്റം ജോലിക്കാർ, ട്രാൻസ്പോർട്ടിംഗ് തൊഴിലാളികൾ തുടങ്ങി ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ഉപജീവന മാർഗമാണ് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അടയുന്നതെന്നും ഓണാഘോഷ പരിപാടികളിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ MWA കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് അരീക്കോട്, സംസ്ഥാന പ്രസിഡന്റ് EK പ്രേമരാജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ലോറൻസ് അനിൽരാജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ വയനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാഹ ക്ഷണക്കത്ത് ശേഖരണത്തിൽ MK ലത്തീഫിന് ഗിന്നസ് ലോക റെക്കോർഡ്.